ഹലോ, നിങ്ങളുടെ വീട്ടിൽ കൂറശല്യം ഉണ്ടോ? കൂറശല്യം ഒഴിവാക്കാൻ പറ്റും ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ. ഈ ഒരു ചെടീൻ്റെ ഇല നമ്മൾ എവിടെ കൊടുന്ന് വെച്ചോ അവിടെ പിന്നെ കൂറ വരില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഡോറിൻ്റെ ഉള്ളിൽ കൂടി ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ കൂറിനെ കാണലുണ്ട് കേട്ടോ. പുറത്തൊക്കെ അങ്ങനെ കാണില്ല കേട്ടോ. പാത്രം എടുക്കാനൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഓരോ കൂറിനൊക്കെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പാത്രം എടുത്താൽ എത്ര ക്ലീൻ ആക്കിയാലും മനസ്സൊക്കെ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഈ കൂറിനെ കണ്ടു കഴിഞ്ഞാൽ കുറേ മുമ്പെടുത്ത പാത്രമാണെങ്കിൽ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എത്രയ്ക്കാലും മനസ്സൊക്കെ സുഖമില്ലാത്ത പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ കൂറശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂറ വരും കേട്ടോ. അപ്പം എന്നോട് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടിൻ്റെ ഇല കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ തോനൊന്നും ആയിട്ടില്ല ഉണ്ടായിട്ട് കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞു ഈ ഒരു ചെടിൻ്റെ ഇല കൊണ്ടുവച്ച് വെക്കുന്നു കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര യൂസ്ഫുള്ളായ സാധനമാണ് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഉമ്മ പറഞ്ഞതല്ലേ വിചാരിച്ചാണ് ഞാൻ രണ്ടില എടുത്തിട്ട് ഓരോ ഡോറിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇല ഇപ്പോൾ ഉണങ്ങി ചുങ്ങി പറ്റേക്കണ്. പക്ഷേ ഇതുവരെ അവിടെ കൂറ വന്നിട്ടില്ല കേട്ടോ. ഈ ഇലക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ല് എടുത്ത് പറയാൻ പറ്റുന്ന സ്മെല്ലൊന്നുമില്ല കേട്ടോ. അതൊരു ബാഡ് സ്മെല്ലായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് നേരത്തെ കൊണ്ടുവച്ചാൽ ഉണങ്ങി ചുങ്ങി ഒഴിവാക്കാനായിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ പുതിയ ഇല വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അത് ഏതായാലും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ഇല എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഡോറിൻ്റെ ഉള്ളിൽ ഓരോന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഉപകാരപ്പെട്ടൊരു ചെടിയാണ്. പറ്റുമെങ്കിൽ നമ്മളെ വീട്ടിൽ ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കണം നല്ലതാട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ ഞാൻ